ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റവ ഉപ്മാവ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമുക്കറിയാം പലതരത്തിൽ ഈ ഉപ്മാവ് തയ്യാറാക്കാനായിട്ട് പറ്റും. നമുക്ക് ഒരു കുഴഞ്ഞ പരുവത്തിൽ വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കാം, അല്ലെങ്കിൽ മണൽ പോലെ തരിതരിയായിട്ടുള്ള ഉപ്മാവ് തയ്യാറാക്കി എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പോലെ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞ് പോലെ ഇരിക്കുന്ന ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലും ഉപ്മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത തരത്തിലുള്ള ഉപ്മാവാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നതിൽ ചെറിയ ചെറിയ ടിപ്സുകളുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ മാത്രമാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പഞ്ഞി പോലെ ഇരിക്കുന്ന നമ്മുടെ ഉപ്മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ അത് ശ്രദ്ധിക്കണം, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണും. ഒരു 5 മിനിറ്റുള്ള വീഡിയോ അല്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഉപ്മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചു. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നെയ്യൊന്ന് ചൂടായിട്ട് വന്നോട്ടെ. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. നമുക്കിതിനെ ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റവ കളറൊന്നും മാറരുത്, കരിഞ്ഞു പോവുകയൊന്നും ചെയ്യരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കുറച്ചും കൂടി ഉപ്മാവൊക്കെ തയ്യാറാക്കാനായിട്ട് നല്ലത് കേട്ടോ. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. റവയുടെ എല്ലാ ഭാഗത്തും ചൂടെത്തുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഈ ഒരു രീതിയിൽ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ നെയ്യിൽ. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ റവ എല്ലാതും നന്നായിട്ടൊന്ന് ചൂടായി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ റവയൊന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എപ്പോഴും ഉപ്മാവ് തയ്യാറാക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. അപ്പം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇനി ഇത് കടുക് ഒന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഉഴുന്നും കൂടി ഒന്ന് മൂത്ത് വരുമ്പം ഒരു വറ്റൽ മുളക് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. ഇഞ്ചി നമ്മൾ ഒഴിവാക്കരുത്. നമ്മുടെ ഉപ്മാവിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി ചേർക്കുന്നത്. ഇഞ്ചിയുടെ അളവ് കൂടി പോകണ്ട കേട്ടോ. ഒരു ചെറിയ പീസ് മതി, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്. അപ്പോൾ ഇഞ്ചി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വലുതൊക്കെ ആണെങ്കിൽ ഒരു പകുതി ഇട്ടാൽ മതിയാവും. ഇനി സവോള തീരെ അങ്ങ് വഴണ്ടു പോകേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നാൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പച്ചമുളകും ഇഞ്ചിയൊക്കെയാണ് നമ്മുടെ ഉപ്മാവിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന കാര്യങ്ങൾ. അപ്പം രണ്ടും ഒഴിവാക്കരുത്. അപ്പോൾ ഇതാ സവോള ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ് മാത്രമാണ് ചേർക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഈ സമയത്ത് ചേർക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറേ സമയമൊന്നും വേണ്ട, ക്യാരറ്റ് അങ്ങ് വെന്തുടയേണ്ട കാര്യമൊന്നുമില്ല. ഏകദേശം 1 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ക്യാരറ്റും നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പച്ചക്കുത്ത് മണമൊക്കെ പോയി അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ റവ അളന്നത് അതേ സെയിം കപ്പിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത്. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് കൂടി പോവരുത്, കുറച്ച് മതി. ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കാം. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും, ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് പൊത്തി വെക്കാം.
ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിന് മുൻപ് ഞാനിതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് താല്പര്യമില്ലെങ്കിൽ നെയ്യ് ഒഴിവാക്കിക്കോളൂ. നെയ്യ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് തീ നല്ല കുറച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിടാം. ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. തീ ഓഫാക്കിയ ശേഷം ഇതുപോലെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കുക. നമുക്ക് പാടൊന്നുമില്ല കേട്ടോ, വളരെ ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് കട്ട വിടിയിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളിതാ കട്ടയെല്ലാം വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് ചെറുതായിട്ടൊന്ന് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാവേ. കണ്ടല്ലോ, തണുത്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പഞ്ഞി പോലെയാണ് ഇത് ആയി വരുന്നത്. ഞാനിപ്പോൾ ഒരു പപ്പടം അതിൽ കുഴച്ചാണ് കാണിക്കുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, നല്ല സോഫ്റ്റായിട്ട് നമ്മളൊരു പഞ്ഞിമ തൊടുന്നത് പോലെ അത്രയും സോഫ്റ്റാണ്. നല്ല ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കി നോക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. താങ്ക് യു.